ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ, അതായത് ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലാണ് ഇപ്പം ഇന്നലെ, അതായത് ഫെബ്രുവരി 13 അമേരിക്ക ഉത്തരവിടുന്നത് നിങ്ങൾ നേരെ വിട്ടോ ഇറാന്റെ തീരത്തോട്ടെന്ന്. The United States has just made a decisive move. On February 13th, the Pentagon confirmed that the USS Gerald R. Ford, the largest and most advanced aircraft carrier in the world, has been ordered to leave its current operating area and head immediately to the Middle East. ഓൾറെഡി അവിടെ ഒരു കപ്പൽ വന്ന് കിടക്കുന്നുണ്ട്. അതായത് USS എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ കപ്പൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഓരോ ദിശകൾ മാറി ഇറാന്റെ തീരത്ത് ഇങ്ങനെ കിടക്കുകയാണ്. എപ്പം വേണമെങ്കിലും ഇറാൻ ആക്രമിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ഇറാൻ അതുപോലെ തിരിച്ചും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം. അപ്പോൾ അതിനേക്കാൾ വലുത് ലോകത്തിലെ തന്നെ ഇതുവരെ പറഞ്ഞതിലെ 7 കപ്പൽ വ്യൂഹങ്ങളാണ് ഇതിൽ വരുന്നത്. ഇപ്പം നമ്മൾ USS ജെറാൾഡിൽ ഏകദേശം 90ഓളം വിമാനങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് അതിനേക്കാൾ കൂടുതൽ 100ൽ പരം വിമാനങ്ങളാണ് ഇതിൽ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ലാൻഡിങ്ങിനും അതുപോലെ എന്താ പറയുക ഇപ്പം ടേക്ക് ഓഫിനും പറ്റുന്ന ഒരു വിമാനവാഹിനി കപ്പൽ. അങ്ങനെ ഇന്നലത്തോടു കൂടി ഇതും പുറപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ഉത്തരവ് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ട്രംപ് അണ്ണൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ചില വീടുകളിലോട്ടൊക്കെ അമ്മായിമാർ പലഹാരം കൊണ്ട് വരുന്ന പോലെയാണ്. ഓരോ കപ്പലിലും വിമാനങ്ങളെ കയറ്റി അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ കാണാൻ പോയിക്കോ എന്നും പറഞ്ഞിട്ട്. പക്ഷെ ആരും വീട്ടിലോട്ട് എത്തണമില്ല, പലഹാരമായിട്ട് കിട്ടുന്നുമില്ല. ഏതാണെങ്കിലും പലഹാരം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ഒരു നെയ്ച്ചോറും കോഴിക്കാലും കൊടുക്കാന്നുള്ള രീതിയിൽ ഇറാനും അവിടെ നിൽക്കുന്നുണ്ട്. അവർക്കിട്ട് ആരെങ്കിലും വന്നാലല്ലേ തിരിച്ച് അങ്ങോട്ട് സൽക്കരിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സൽക്കാരത്തിന് വേണ്ടിയിട്ട് ഇറാനും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല. പ്രൗഢിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആതിഥ്യ മര്യാദകളൊന്നും ഒട്ടും ഇറാൻ കുറയ്ക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ മറ്റൊരു ഡീല് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ വന്ന് അടിച്ച സമയത്ത് തിരിച്ച് പറ്റുന്ന, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധശക്തി എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിന് തിരിച്ച് പണി കൊടുത്തതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഫയൽ വീഡിയോസാണ് ഈ പറഞ്ഞ USS ജെറാൾഡ് ആർ ഫോർഡിൻ്റെ കുറച്ച് ഫയൽ ചിത്രങ്ങളും ഇതൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ. അതായത് ഇതിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ 2026 ഫെബ്രുവരി 13 ലഭിച്ച വിവരങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഈ ഒരു കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിക്കാനുള്ള ഉത്തരവാണ് കിട്ടിയിട്ടുള്ളത്. അറേബ്യൻ കടലിൽ നിലയുറച്ചു നിൽക്കുന്ന USS എബ്രഹാം ലിങ്കന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ഇതും കൂടെ ചേരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അല്ലേ, ഇറാന്റെ ഒരു ഡ്രോൺ വന്നിട്ട് ആ ഡ്രോണിനെ F-35 എന്ന് പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ ഫൈറ്റർ ജെറ്റ് ഇടിച്ചിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം സത്യത്തിൽ ഈ ഒരു ഡ്രോൺ വരുന്ന സമയത്ത് ആ ഡ്രോൺ അവിടെ എത്തിയ സമയത്തിൻ്റെ ഉള്ളിൽ മാക്സിമം അവരുടെ കപ്പൽ വിന്യാസങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ കപ്പലിൻ്റെ പല രീതിയിലുള്ള ഫോട്ടോസും അതിൻ്റെ ദിശകളും എല്ലാം ഫോട്ടോ എടുത്ത് ആ സമയം കൊണ്ട് ഇറാൻ അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതൊരു നിരീക്ഷണ ഡ്രോൺ ആണെന്നുള്ളത്. പക്ഷേ ആ വെറുതെ അങ്ങ് വിട്ടതല്ല, അല്ലെങ്കിൽ സ്ഥാനം മാറി പോയതൊന്നുമല്ല. ഇത് അവിടെ എത്തിയ സമയം കൊണ്ട് തന്നെ ഇറാന് കിട്ടാവുന്ന മാക്സിമം ഡാറ്റ അവർ ഈ ഒരൊറ്റ ഡ്രോൺ വഴി അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പുതിയ ഫോർഡിൻ്റെ, അതായത് നമ്മൾ ഫോർഡ് എന്ന് പറയും, USS ഈ പറഞ്ഞ കപ്പലിലെ ജെറാൾഡ് ആർ ഫോർഡിനെ നമ്മൾ ഫോർഡ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാം. ഫോർഡിൻ്റെ 7ഓളം യുദ്ധക്കപ്പലാണ് ഇതിൻ്റെ അകമ്പടിയായിട്ട് പോയിട്ടുള്ളത്. ഇതിൽ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ക്രൂയിസർ എല്ലാം, ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ വരെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതായത് ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് ഒരു സബ്മറൈൻ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇറാൻ അടിക്കാൻ എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇറാൻ്റെ കയ്യിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇറാൻ്റെ കയ്യിൽ ഒരു 5 മുതൽ 10 വരെയെങ്കിലും ന്യൂക്ലിയർ ബോംബുകൾ അവരുടെ കയ്യിൽ ഓൾറെഡി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പുറപ്പെട്ടിട്ടുള്ള ഈ ഒരു കപ്പലിൽ, അതായത് ഇതിൻ്റെ കൂടെ വരുന്ന സബ്മറൈൻ ഉണ്ട്. ഇതിൽ വരുന്ന ഈ സബ്മറൈനിൽ ന്യൂക്ലിയർ വെപ്പൺസ് വരെ ഘടിപ്പിച്ചിട്ടുള്ള എന്താ പറയുക ഒരു സ്ട്രൈക്കർ വരെ ഇതിൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. അതായത് സൈനിക ശക്തിയാണിത് പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാന് സമീപം ഒരു 15 മുതൽ 18 വരെ USS യുദ്ധക്കപ്പലുകളാണ് അണിനിരന്നിട്ടുള്ളത്. അപ്പം ഈ കപ്പലടക്കം ഇതോടെ വരുന്ന സമയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണമെങ്കിൽ ഒരു ഇറാൻ അടിക്കാൻ വേണ്ടി ലോക പോലീസ് അല്ലെങ്കിൽ ലോക നമ്പർ 1 രാജ്യമായിട്ടുള്ള അമേരിക്ക ഏകദേശം 10-20ഓളം യുദ്ധക്കപ്പലുകൾ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതിൽ ഏകദേശം 120ലധികം വിമാനങ്ങളും അതുപോലെ തന്നെ 10,000ഓളം നാവികരുമാണ് ഇങ്ങനെ കടലിൽ നിൽക്കുന്നത് ഇവരടിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല USS ഈ ജെറാൾഡ് ഫോർഡിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ വലുപ്പത്തിൽ 1,00,000 ടണ്ണിലധികം ഭാരമാണ് ഈ ഒരു കപ്പലിന് ഉള്ളത്.
ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ. അതിൻ്റെ സാങ്കേതിക വിദ്യകൾ എന്ന് പറഞ്ഞാൽ പരമ്പരാഗത സ്റ്റീം കറ്റാപ്പൾപ്പുകൾ വെച്ചിട്ടാണ് വിമാനത്തിനെ വേഗത്തിൽ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റമാണ് ഈ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ വിമാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ F-35 ഓഫ് കോഴ്സ് അതിലുണ്ടാവും. അതുപോലെ തന്നെ F-18 സൂപ്പർ സോണിക് വിമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാൽഫെയറിനുള്ള EA-18 ഗ്രൗളറുകൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. F-35 സെൽറ്റ് ഫൈറ്റർ ജെറ്റുകളുണ്ട്. ഇങ്ങനെ എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുള്ള ഒരു കപ്പലാണ് ഇപ്പം പുറപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ അതായത് ഇറാനെ മാക്സിമം അതായത് ഈ ഒരു ഡീലിലോട്ട് സൈൻ ചെയ്യിപ്പിക്കുക, നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും എന്ന് പേടിയുള്ളത് കൊണ്ട് ഇത്രയും വലിയ, നിങ്ങൾ ആലോചിക്കണം എത്ര ചിലവുണ്ടെന്ന് പറയും. ഇത്രയും കപ്പലുകൾ അവിടെ പോയി, ഇത്രയും ആളുകൾ, ഇത്രയും സന്നാഹങ്ങൾ അവിടെ അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കുന്നുണ്ട് US എന്നുള്ളത്. അപ്പം ഇത്രയും പെട്ടെന്ന് യുദ്ധം തീർത്ത് പോകാനാണ് പ്ലാനെങ്കിൽ അവർക്ക് എപ്പോഴോ ചെയ്യായിരുന്നു. പക്ഷെ അത് ചെയ്യാണ്ടിരിക്കുന്നത് തിരിച്ചടി കിട്ടും. തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അടിയായിരിക്കും. ഒരു മുഖത്തല്ല, രണ്ട് മുഖത്തും തിരിച്ചും മറിച്ചും ഇറാൻ അടിക്കും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് മാക്സിമം പേടിപ്പിച്ച് കാര്യം സാധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഇവരെ സംബന്ധിച്ച്, അമേരിക്കനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ സന്നാഹങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഇറാൻ വീണ്ടും വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞങ്ങളതിനെ നേരിട്ടോളാം, ഞങ്ങൾ വേണ്ട പോലെ ഞങ്ങൾ നേരിട്ടോളാം, അല്ലാതെ ഞങ്ങളുടെ മേലുള്ള ഈ പറഞ്ഞ ഉപരോധങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിലൊക്കെ സൈൻ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അതോടുകൂടി ഇറാൻ ഒരു പരമോന്നത അധികാരമുള്ള രാജ്യമാവും. അത് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ മറ്റുള്ള ഉപരോധങ്ങളും ഞങ്ങളുടെ എണ്ണ ലോക വിപണിയിൽ ഈ പറഞ്ഞ എന്താ പറയുക ഡോളർ വെച്ചിട്ട് തന്നെ വിനിമയം നടത്തി ഞങ്ങളുടെ എണ്ണ വിൽക്കാനുള്ള ഓപ്ഷൻസും അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഉപരോധങ്ങളും ഞങ്ങളുടെ മേലിൽ നിന്ന് മാറ്റി ഞങ്ങൾ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഞങ്ങളിപ്പോൾ എവിടെ ഉണ്ടോ ഞങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും എന്ന് ഇറാനും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞങ്ങൾ അടിക്കണം, നിങ്ങൾ പറഞ്ഞ പോലെ മിസൈൽസ് ഉണ്ടാക്കുന്നത് നിർത്തണം, അതുപോലെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളും കേൾക്കാം. വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് തിരിച്ച് ഇറാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു കപ്പൽ പുറപ്പെട്ട അതേ സമയത്ത് തന്നെ മറ്റേ വെൽമോണ്ട് എയർ ഇന്റർനാഷണൽ ഗാർഡിൽ നിന്ന് 6 F-35 സെൽറ്റ് ഫ്ലൈറ്റുകളും കൂടെയാണ് ജോർദാനിൽ എത്തിയിട്ടുള്ളത്. ജോർദാനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജോർദാൻ ഏകദേശം കംപ്ലീറ്റ്ലി അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. പല ഫ്ലൈറ്റുകളും പല ഫൈറ്റർ ജെറ്റുകളും ബാക്കിയുള്ള സിസ്റ്റമായിട്ടുള്ള കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു നീക്കം മറ്റെല്ലാ എന്താ പറയുക അവരുടെ സൈനിക ബേസുകളിലും അവരത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ കപ്പൽ വ്യൂഹങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 വിമാനവാഹിനി കപ്പലുകൾ ഇതുപോലെ കൊണ്ടുവെക്കുന്നത് പല ദിശകളിൽ നിന്നും ഇറാൻ ആക്രമിക്കണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധം എടുത്ത് പൊട്ടിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇറാൻ ആക്രമിക്കുക എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ട്രംപിൻ്റെ മനസ്സിൽ ഉള്ളിലിരിപ്പുള്ളത്. ഏതാണെങ്കിലും യുദ്ധം എന്നും പറയുന്ന പോലെ തന്നെ ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം വന്നു കഴിഞ്ഞാൽ അവർക്കും യുദ്ധം ചെയ്യുന്ന രാജ്യത്തിനും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ സകല ലോകരാജ്യങ്ങൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം.